ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാനും അൺബോക്സ് ചെയ്യാനും പോകുന്നത് ഒരു 3 ഫേസ് കണക്ഷനുകളിൽ ഉപയോഗിക്കുന്ന ലീഗ്രാൻഡിൻ്റെ DX3 എന്ന് പറഞ്ഞിട്ടുള്ള തന്നെ ഒരു 3 പോൾ സീറ്റ് കർവ് MCB ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ അൺബോക്സ് ചെയ്യുന്നതിന് കൂടെ തന്നെ ഇതിൻ്റെ ഫുൾ നെയിം എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നും മനസ്സിലാക്കുക. MCB എന്ന് പറയുമ്പോൾ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇത് സാധാരണ ഇപ്പോൾ ഈ ഒരു MCBനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അതിലൊരു ബോക്സിന് നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ടുള്ള ബോക്സിനകത്ത് ഈ ഒരു യൂണിറ്റാണ് വരുന്നത്. ഈ യൂണിറ്റ് പുറത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കപ്പാസിറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഈ ഒരു യൂണിറ്റിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 40 ആംപിയറിലാണ് ഇതിൽ ട്രിപ്പ് ആവുക. ഇത് മാക്സിമം നമ്മൾ ശരിക്കും 10K വരെയുള്ള കപ്പാസിറ്റി, കറണ്ട് കടത്തി വിടാനുള്ള കപ്പാസിറ്റി ഇതിൽ ISC സർട്ടിഫൈഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ 40 ആംപിയർ ആണ് ഇതിൽ റേറ്റിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 40 ആംപിയറിന് മുകളിൽ ഒരു കറണ്ട് പാസിംഗ് ഇതിൽ ഉണ്ടാവുകയാണെങ്കിൽ ട്രിപ്പ് ആവുക എന്നുള്ളതാണ് ഇതിന്റെ പർപ്പസ്. അപ്പോൾ നമ്മൾ കറണ്ട് പാസിംഗ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇൻകമർ സൈഡിൽ നിന്ന് ഔട്ട് ഗോയിങ് സൈഡിലും സാധാരണയായിട്ട് 3 ഫേസുകളാണ് കൊടുക്കുക. താഴെ അതേപോലെ തന്നെ 3 ഫേസുകളാണ് കൊടുക്കുക. 3 ഫേസ് RYB എന്നുള്ള 3 ഫേസ് അത് ഞാൻ മാർക്ക് ചെയ്തതിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പം അതിനൊപ്പം തന്നെ ഈ ഒരു ഫേസിൽ ഇതിൽ കൂടുതൽ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ, അപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു മോട്ടറിലേക്ക് ആയിക്കോട്ടെ, ഒരു സർക്യൂട്ടിലേക്ക് ആയിക്കോട്ടെ, അപ്പം അതിൽ കൂടുതൽ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ അപ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് ട്രിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ വർക്കിംഗ്. കാരണം കൂടുതൽ കറണ്ട് പാസ് ചെയ്ത് ആ ഡിവൈസോ അല്ലെങ്കിൽ സർക്യൂട്ട് വയറിങ് കാര്യങ്ങളൊക്കെ കത്തിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ആ ഒരു സർക്യൂട്ടിന് സൂട്ടബിൾ ആയിട്ടുള്ള MCBകൾ നമ്മൾ ഈ DP സിസ്റ്റത്തിൽ കൊടുക്കുന്നത്. അപ്പം മെയിനായിട്ട് ഷോർട്ട് സർക്യൂട്ടോ ഓവർ കറണ്ടോ ഉണ്ടാകുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്ത് ഇതിനകത്തുള്ള കോയിലുകൾ സെൻസ് ചെയ്തിട്ട് ആ ഒരു സർക്യൂട്ടിനെ ഡിസ്കണക്ട് ചെയ്തിട്ട് കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ കുറച്ച് ടെക്നിക്കൽ സ്പെക്കുകളാണ്. അതായത് ഇപ്പം ഇതിൽ എന്ത് മെറ്റീരിയൽ കൊണ്ടാണ് ഇത് കേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹലജൻ ഫ്രീ പ്ലാസ്റ്റിക് കൊണ്ടാണ് ഇതിൻ്റെ ഔട്ടർ കേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൽ സർട്ടിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ISC സർട്ടിഫൈഡ് ആണ്. പിന്നെ ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റും ഡിവൈസുമാണ് ലീഗ്രാൻഡ് ഇതിലൂടെ പുറത്തിറക്കുന്നത്. വളരെ നല്ല ബിൽഡ് ക്വാളിറ്റി ആണ് കേട്ടോ, കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഉപയോഗിക്കുമ്പോൾ തന്നെ അതിലൊരു അറിയാം. പിന്നെ ചില പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇൻ്റഗ്രേറ്റഡ് ലേബൽ ഹോൾഡർ ഉണ്ട്. ഈ മുകളിൽ നമുക്ക് കാണുന്ന സർക്യൂട്ട് ഐഡന്റിഫിക്കേഷൻ മാർക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി കൊടുക്കാവുന്ന ഒരു സ്ലോട്ടാണിത്. അതുപോലെ IP20 പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ടെർമിനൽസ് ആണ്. അതിനൊപ്പം തന്നെ ഫിംഗർ ടച്ച് പ്രൊട്ടക്ഷനും ഉണ്ട്. അതായത് നമ്മളെ വിരലുകൾ നേരിട്ട് ടെർമിനൽസിൽ തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്കായിട്ടാണ് കണക്ഷൻ. അപ്പം പെട്ടെന്ന് ഒരു കണക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു മെയിൻ്റനൻസ് ഒക്കെ നമ്മൾ DBയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളെ കൈയൊന്നും ടച്ച് ചെയ്യില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രൊട്ടക്ഷനാണത്. ഇതുപോലുള്ള MCBകൾ, അതായത് 3 പോൾ MCBകൾ കൂടുതൽ ഉപയോഗിക്കുന്ന 3 ഫേസ് മോട്ടറുകൾക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ ഇൻഡക്റ്റീവ് ലോഡിനും വേണ്ടിയിട്ടാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു MRP എന്ന് പറയുന്നത് ഈ ഒരു ബോക്സിൽ 1958 എന്നാണ് എമൗണ്ട് എഴുതിയിരിക്കുന്നത്. കുറച്ച് പഴയതാണ്, 2018 മോഡലാണ്. അതുകൊണ്ടാണ് ആ റേറ്റ്. ഇപ്പോഴത്തെ അതിൻ്റെ MRP വരുന്നത് 2152 രൂപയായിട്ടാണ്. അത് ഓരോ ഡീലേഴ്സിനനുസരിച്ച് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. 5 വർഷം വരെയാണ് ലീഗ്രാൻഡ് ഇതിൻ്റെ പ്രൊഡക്റ്റ് വാറണ്ടി പറയുന്നത്. അത് ഇത് പ്രത്യേകിച്ച് ഈ ബോക്സിൻ്റെ മുകളിൽ അവർ ലേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതിൽ ഇതിലൊരു വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻസ്റ്റലേഷനാണ്. അതും അതിൻ്റെ ഹൈലൈറ്റ് ആണ്. ഈസി ഇൻസ്റ്റലേഷനാണ് കമ്പനി പറയുന്നത്. അതിൽ 2 സ്ലൈഡിങ് ക്ലിപ്പുകൾ നേരെ നമ്മളെ DIN റെയിലിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ക്ലിപ്പ് ചെയ്തിടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ മെയിൻ്റനൻസിനും ബാക്കി എല്ലാത്തിനും നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാനൊക്കെ പറ്റും. ഓക്കെ. പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അതിനുള്ള റിപ്ലൈ അതുപോലുള്ള വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ കാണുന്ന ലാസ്റ്റ് നമ്മൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു യൂണിറ്റാണിത്. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു ടെക്നിക്കൽ അൺബോക്സിങ്ങുമായി പിന്നീട് കാണാം.